നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കഴിഞ്ഞ് ഇടിവണ്ണ എന്ന് പറയുന്നൊരു സ്ഥലത്താട്ടോ. അപ്പോൾ ഈ ഇടിവണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 130 അടി ഉയരത്തിലുള്ളൊരു പാറയുണ്ട് കേട്ടോ, നമ്മുടെ കുരിശുപാറ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് സൺസെറ്റും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാറയുടെ ഏറ്റവും താഴെയാട്ടോ, അതായത് ഈ പാറയിലേക്ക് പോകുന്ന വഴി ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലേ, മൊത്തം റബ്ബർ തോട്ടമാണ്. ചുറ്റും കാണാം കേട്ടോ റബ്ബർ തോട്ടം. ഇതിന് നടുവ് കൂടെ ഇങ്ങനെ ഒരു കുഞ്ഞു വഴിയുണ്ട്. ഈ വഴി നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഒരു 100 മീറ്ററിനടുത്ത് നടക്കാണ്ട് അവിടെ പോയിട്ട് വേണം ഈ ഒരു പാറയിലേക്കുള്ള എൻട്രൻസിലോട്ട് കയറാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സൺസെറ്റിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഈ ഒരു വഴിയാട്ടോ നമുക്ക് പോകേണ്ടത്. ഇതിലിങ്ങനെ കുറച്ച് നടക്കാനുണ്ട്, ഒരു 100 മീറ്ററിനടുത്ത് നടക്കാൻ കിട്ടും. നമുക്കിതാ ഈ ഒരു ഭാഗമൊക്കെ മുഴുവൻ റബ്ബറാണ്. അവിടെയൊക്കെ റബ്ബർ മുറിക്കുന്ന സൗണ്ടൊക്കെ കേട്ടോ. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അതുപോലെ നമ്മൾ ഈ കയറി വരുന്ന വഴിക്ക് ആ ഭാഗത്തൊക്കെ കുറച്ച് വീടുകളൊക്കെ കാണാം. ഈ ഒരു സൈഡിലോട്ട് വലിയ വീടുകളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കോളനി പോലെ എന്തോ ഉണ്ട്, അല്ലാതെ ഈ ഒരു ഭാഗത്ത് വീടുകളൊന്നുമില്ല. അതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ നിലവിൽ നോമ്പിൻ്റെ ഒക്കെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ആൾക്കാർ കുറവാട്ടോ, സഞ്ചാരികൾ കുറവാണ്. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് പൊതുവെ ആൾക്കാർ കുറവാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം എന്താണ് അവസ്ഥ എന്നറിയാം കേട്ടോ. മുകളിൽ അവിടെ കുറച്ച് വണ്ടികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, പോയി നോക്കാം നമുക്ക്. ഈ കാണുന്ന വഴിയാട്ടോ നമുക്കിനി മുകളിലോട്ട് കയറേണ്ടത്. ഇതിലെങ്ങനെ കാണാൻ ഒരു ചെറിയ വഴി കാണാം കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു ആർച്ചൊക്കെ ഉണ്ടാക്കിയിരുന്ന കാണാം. ഇതിൻ്റെ മുകളിലായിട്ട് 2 ആനയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുടെ വീട്ടുകാരാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രൈവറ്റ് റോഡാണ്. ഇവിടെ അഡ്രസ്സൊക്കെ എഴുതി വെച്ചിരുന്ന കാണാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വഴി മുകളിലേക്കൊരു കുറച്ച് നടന്ന് കയറാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പാറ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടി ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. വണ്ടി വെച്ച് പോകുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ, സേഫാണ്. ആരെടുത്തുകൊണ്ട് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ കാണാം, ഫുള്ള് തോട്ടായിട്ട്. ഇതിലെങ്ങനെ ഈ റോഡ് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ. അത് അവിടെ ചെന്ന് എൻഡാണ്. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ, റോഡ് അവിടെ എൻഡാണ്. അപ്പോൾ ഈ ഒരു വഴി ഇങ്ങനെ കയറി കഴിഞ്ഞ് നമുക്ക് പാറയുടെ മെയിൻ ഭാഗത്തോട്ട് എത്തണം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാറയുടെ ചെറിയൊരു ഭാഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരിക കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ കാണാം. ഇതൊക്കെ പണ്ട് റബ്ബറായിരുന്നു കേട്ടോ, ഇവിടെയൊക്കെ മുറിച്ചേക്കുന്നത് കാണാം നമുക്ക്. അതുപോലെ നമ്മൾ കയറി വന്ന ഭാഗം ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു നമ്മൾ കയറി വന്നത് കേട്ടോ. നമുക്ക് കയറി പോകേണ്ടതൊക്കെ ഈ ഒരു സൈഡിലോട്ടാണ്. നമ്മൾ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ സൺസെറ്റൊന്നും കണ്ടില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മണ്ടേ കയറിയിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും സൺസെറ്റൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കണ്ടിട്ടേ പോവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറട്ടെ ഇനി. അങ്ങനെ നമ്മളിപ്പോൾ ആ പാറയുടെ തൊട്ട് താഴെ എത്തിയിട്ടോ. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പാറയുടെ അത്യാവശ്യം നല്ലൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് സൈസ് കുറവായിട്ടൊക്കെ തോന്നും, പക്ഷേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇത്. നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ മൊത്തം കാടാട്ടോ. നമ്മൾ കയറി വന്നതൊക്കെ ഈ ഒരു സൈഡിൽ കൂടെ ആയിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നത് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അധികം സമയം കളയാതെ മുകളിലേക്ക് കയറാം. ഇപ്പോൾ സമയം ഏകദേശം 4:30 കഴിഞ്ഞിട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ താഴെ നിന്ന് അധികം സമയം കളയുന്നില്ല. നമുക്ക് എന്തായാലും ഒരു 3/4 മണിക്കൂറിനടുത്ത് ഇതിന് മുകളിലേക്ക് കയറാൻ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറട്ടെ ഇനി. അതുപോലെ നമുക്ക് പിടിച്ച് കയറാനായിട്ട് ഇതിലൊരു ചങ്ങല ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. നമുക്ക് അതിൽ പിടിച്ച് കയറണം. അതിൻ്റെ കമ്പിയൊക്കെ മുകളിൽ പൊട്ടിക്കിടക്കാം കേട്ടോ, അവിടെ കാണാം നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം സമയം കളയാതെ മുകളിലേക്ക് കയറാം. ജസ്റ്റ് കയറി തുടങ്ങിട്ടോ. നമ്മളിതാ ഈ ഒരു ഇത്രയും ഭാഗം നമ്മൾ കയറി, അവിടെ നിന്ന് ഇത്രയും ഭാഗം കയറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി ഈ ഭാഗം മൊത്തം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട്ടൊക്കെ നമുക്ക് നല്ല ഹൈറ്റിൽ മലകൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എന്തൊക്കെ പുകയൊക്കെ ഇങ്ങനെ പൊങ്ങുന്നതാണ്, അടിപൊളിയായിട്ടാണ് കാണാൻ. നമ്മളിതാ ഇനിയൊരു പകുതിയിലേറെ അങ്ങോട്ട് കയറാനാണ് കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് നടന്ന് കയറാനുള്ളതാണ്. പ്രോപ്പറായിട്ട് ചങ്ങലയൊക്കെ ഉണ്ട് കേട്ടോ. ചങ്ങലയിട്ട് കമ്പിയൊക്കെ ജസ്റ്റ് പൊട്ടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പിടിച്ച് കയറാനൊക്കെ പറ്റും. ഒരു പകുതി വഴി നമ്മളങ്ങനെ കയറി കേട്ടോ. നമ്മളിപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നേരത്തെ കണ്ട മലയൊക്കെ കുറച്ചും കൂടെ ഹൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ 2-3 വീടുകൾ കാണാം. അതിൽ നമുക്ക് വഴിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ
ഒരു പള്ളിയുടെ കുരിശ് കാണാൻ പറ്റുന്നുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. അതുപോലെ ഈ ഒരു സൈഡിലും ഒരു വലിയ വീടൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗം കണ്ടില്ല, ഒരു പാറ നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ ഈ തടഞ്ഞ് നിൽക്കുന്ന പോലെ അടിപൊളിയായിട്ട് ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ നമുക്ക്. അതുപോലെ ഇതിൻ്റെ മണ്ടയിൽ ഒരുപാട് കുപ്പിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർ കംപ്ലീറ്റ് ഇവിടെ തന്നെ ഇട്ടിട്ട് പോവാണ്. ഇതൊക്കെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ഭാഗം കൂടെ കയറാനുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് കയറാനുള്ളതാണ്. ബാക്കി ഭാഗം കൂടെ കയറാം കേട്ടോ. ഈ ഒരു ഭാഗം കൂടെയാണ് നമുക്ക് കയറാനുള്ളത്. ഇവിടെ കാണാം, നമുക്ക് ചങ്ങരയൊക്കെ കാണാം. അപ്പോൾ എന്തായാലും വലിയ റിസ്ക്കില്ല. ഇനി അങ്ങോട്ട് കയറാൻ നമ്മൾ പകുതി കയറി അത്ര റിസ്ക്കിന് ഇതിൻ്റെ മണ്ടയിലേക്ക് കയറാനില്ല. ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ കയറി വന്നായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് കുറച്ചിങ്ങനെ നിരന്ന് കിടക്കുന്നത് കാണാം. നമുക്ക് ഇത്രയും ഭാഗം കയറിയതിൻ്റെ ക്ഷീണമൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് മാറ്റാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഭാഗം കൂടെ കയറാനുണ്ട്. അതും കൂടെ ഇതുണ്ടല്ലേ, ഇതിൻ്റെ മണ്ടയിൽ കിടക്കുന്ന കുപ്പിയാട്ടത്. ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം കൊണ്ട് കയറുന്നവരാണ് ഇത് കംപ്ലീറ്റ് ഇവിടെ ഇട്ടിട്ടുള്ളത്. കാണാം കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാട്ടെ. ഇനി ഈ ഒരു ഭാഗമാണ് കയറാനുള്ളത്. കുറച്ച് ഭാഗം കൂടെ അങ്ങോട്ട് കയറാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അതും കൂടെ കയറാം. നമ്മളങ്ങനെ ഇതിൻ്റെ മണ്ടയിലെത്തി കേട്ടോ, ഏറ്റവും ടോപ്പിലെത്തി. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറയുടെ ചുറ്റുഭാഗം നമുക്കൊരു 360 വ്യൂ ആട്ടോ. ഇതിൻ്റെ മണ്ടയിൽ അടിപൊളി കാഴ്ചയാണ്. ഇതാ നമ്മൾ നേരത്തെ കണ്ട ഭാഗമൊക്കെ ആ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഈ പാറയുടെ മണ്ടയിലായിട്ടൊരു കുരിശും അതുപോലെ ഒരു ഓമൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഈ ഒരു കുരിശും ഓമൊക്കെ കാണാൻ പറ്റും. അതുപോലെ താഴത്തോട്ട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, അടിപൊളിയാട്ടോ. ഒരു 10-15 മിനിറ്റ് ഇതിൻ്റെ മുകളിലേക്ക് കയറാനെടുത്തു. 4:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ മണ്ടയിലേക്ക് കയറി തുടങ്ങിയത്. അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് നമുക്ക് സൺലൈറ്റൊക്കെ ഇങ്ങനെ അടിച്ച് നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇപ്പുറത്തെ സൈഡിലോട്ടാണെന്നുണ്ടെങ്കിലും അടിപൊളി വ്യൂ ആട്ടോ. ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, പൊള്ളിയാണ് കാണാൻ. നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് അങ്ങനെ നിരന്ന് കാണാം. ഈ ഒരു പാറ നിൽക്കുന്നത് ഏകദേശം 130 അടി ഉയരത്തിലാട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ. ഏകദേശം ഒരു 360 വ്യൂ തന്നെ കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ നിന്ന്. ഈ ഒരു സൈഡ് കണ്ടില്ലേ, അടിപൊളിയാണ്. ഇതെവിടെയായിട്ട് നമ്മുടെ ഓമുണ്ട്, കുരിശുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒക്കെ അടിപൊളി കാഴ്ചകൾ കേട്ടോ. അതുപോലെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ ഫോഗ് ഇങ്ങനെ പൊങ്ങുന്നുണ്ട് കേട്ടോ. അത് തീ എന്തോ ആണെന്ന് തോന്നുന്നു. ആ ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുന്നത് കാണാം കേട്ടോ നമുക്ക്. പാറയുടെ മണ്ടയിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരും. നല്ല കാറ്റുണ്ട് കേട്ടോ, രക്ഷയില്ലാത്ത കാറ്റ്. നമ്മൾ താഴേന്ന് കയറി മുകളിലേക്ക് എത്തിയത് വരെയുള്ള ക്ഷീണമൊക്കെ നമുക്ക് ഈ ഒരു കാറ്റൊക്കെ അടിച്ച് ഇതിൻ്റെ മുകളിൽ ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോൾ മാറും കേട്ടോ. നന്നായിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ ഒരു കോറിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ്, വെട്ടി കഴിഞ്ഞായിരിക്കും കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണാം. അതുപോലെ ആ ഒരു സൈഡിലായിട്ടൊരു കുളമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ പാറയുടെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ട്, അതായത് ബാക്ക് സൈഡിലോട് കുറച്ച് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കോറിയുടെ കാഴ്ചയൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത്. അതുപോലെ ആ ഒരു സൈഡിലാട്ടോ കുളമൊക്കെ വരുന്നത്. ഇവിടെ കുറച്ച് റബ്ബറൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു പോയിന്റ് വരെ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് താഴ്ച ഇവിടെ ഒരു മരമൊക്കെ കാണാം നമുക്ക്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട മലയൊക്കെ ഈ സൈഡിൽ കാണാം. അവിടെ നിന്ന് ഫോഗ് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തോ തീ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അതിലിങ്ങനെ ഒരു വഴിയൊക്കെ കാണാം കേട്ടോ നമുക്ക്. നമ്മൾ ഇറങ്ങി വന്നതൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ. പാറയുടെ ടോപ്പ് വ്യൂ ഒക്കെ വരുന്നത്, അതായത് പാറയുടെ ഏറ്റവും മുകൾ ഭാഗം വരുന്ന ആ ഒരു സൈഡിലാണ്. അവിടെ നിന്നാണ് നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഈ ഒരു ഭാഗത്തോട്ട് വന്നത് കേട്ടോ. സമയം ഇപ്പം 5:15 കഴിഞ്ഞിട്ടോ. എൻ്റെ മുമ്പിലേക്കുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, സൂര്യൻ ഇങ്ങനെ താഴ്ന്ന് വരുന്നുണ്ട്. ഈ ഒരു ഭാഗം മൊത്തം ഗോൾഡൻ കളർ ആയിട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്ത് മലയൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങി.
അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ പുറകിലോട്ടൊക്കെ ഉള്ള മലകളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. പിന്നെ കാറ്റിനൊക്കെ ചെറിയ രീതിയിലുള്ളൊരു തണുപ്പൊക്കെ വന്നു തുടങ്ങി. ഇത്ര നേരം നല്ല ചൂട് കാറ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല ചെറിയ രീതിയിലൊരു തണുത്ത കാറ്റൊക്കെ അടിച്ചു തുടങ്ങി. അപ്പം സൺസെറ്റിൻ്റെ ഒക്കെ ഒരു ടൈം ആകുമ്പോഴേക്കും എന്താ അവസ്ഥ എന്നറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും. സമയം ഇപ്പം 5:50 ആയിട്ടോ. നമുക്ക് മുന്നിൽ ഇതാ സൺസെറ്റൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇതൊരു ഭാഗത്ത് കണ്ടില്ലേ സൺസെറ്റ് ഇങ്ങനെ താഴ്ന്ന് വരുന്നുണ്ട്. അതുപോലെ ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് കുരിശ് കാണാം, ഇവിടെ ഓമ്പ് കാണാം, അടിപൊളി സൺസെറ്റും കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ദൈവങ്ങളുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് സൺസെറ്റ് ആസ്വദിക്കാം കേട്ടോ. അടിപൊളിയാണ്. ഇതാ സൂര്യനൊക്കെ താഴ്ന്ന് വരുന്നതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ചെറിയ രീതിയിലുള്ള തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം 6 മണിയായിട്ടോ. ഇതാ സൺസെറ്റൊക്കെ ഏകദേശം കഴിഞ്ഞ് ഏകദേശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. സ്കൈയുടെ കളറൊക്കെ കണ്ടില്ലേ, മൊത്തത്തിൽ ചെറിയ രീതിയിൽ ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. എന്താ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക്. അതുപോലെ അവിടെയൊക്കെ കാണാം കേട്ടോ, ഫോഗ് മൂടിയ പോലെ കിടക്കുന്ന കാണാം. ഈ ഒരു ഭാഗത്ത് കാണാം നല്ല രീതിയിൽ ഫോഗ് കാണാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോഗ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം 6:15 ആയിട്ടോ. സൺസെറ്റൊക്കെ കഴിഞ്ഞു. ഇതാ ആ ഒരു ഭാഗമൊക്കെ മൊത്തം ഗോൾഡൻ കളറായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ഇതാ ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. താഴത്തേക്ക് ആൾക്കാരുണ്ടോയെന്ന് അറിയത്തില്ല. ഇതാ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ ക്ലീനായി കിടക്കുന്നുണ്ട്, വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ ഇതിന് മണ്ടേന്ന് ഇനി താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. വീഡിയോ അവസാനിപ്പിച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതെനിക്ക് പുറകിലായിട്ട് കുരിശും അതുപോലെ ഓമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കുരിശുപാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു, അതായത് സൺസെറ്റും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പരമാവധി ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക.